ഹായ് സ്റ്റുഡൻസ്, SSLC ഓണം എക്സാമാണ് വരാൻ പോകുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കെമിസ്ട്രിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇത്തവണ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നമുക്ക് കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് നോക്കാം. അതിൽ ഈ പരീക്ഷയ്ക്ക്, ഈ ഓണം എക്സാമിന് ഏകദേശം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമ്മളിവിടെ നോക്കാനും പോകുന്നത്. ഫസ്റ്റ് ഒന്നാമത്തെ ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഒരു ഓർഡർ പറയുന്നുണ്ട്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഒരു ഓർഡർ പറയുന്നുണ്ട്. അതിൽ നമുക്കറിയാം, ആദ്യം 1s, അത് കഴിഞ്ഞിട്ട് 2s ഉണ്ട്, അത് കഴിഞ്ഞ് 2p, 3s, 3p, 4s, 3d. ഇങ്ങനെയാണ് പറഞ്ഞത്. 1s, 2s, 2p, 3s, 3p, 4s, 3d. നിങ്ങൾ സ്ക്രീനിൽ ഇപ്പം കാണാം, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1s, 2s, 2p, 3s, 3p, 4s, 3d. ഈ ഒരു ഓർഡറാണ് നമുക്കറിയാം. നമുക്ക് ആദ്യത്തെ ഒരു 30 എലമെന്റ്സിനെയാണ് നമുക്ക് പഠിക്കുള്ളൂ. ഈ 30 എലമെന്റ്സും ഈ ഒരു ഒറ്റ ഓർഡറിനകത്ത് നിൽക്കും. ഈ പറഞ്ഞ 1s, 2s, 2p, 3s, 3p, 4s, 3d എന്നുള്ള ഓർഡറിനകത്ത് നിൽക്കും. അതിനു മുന്നേ ഈ S 1, 2 ഇതൊക്കെ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? S ആരാണ്, P ആരാണ്, 2 ആരാണ്, S, D ഇതൊക്കെ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? അതിൽ തന്നെ നമുക്ക് കിടക്കാം. അതിൽ ഫസ്റ്റ് നോക്കിയോ, ഈ 1s നമ്മൾ എടുക്കുമ്പോൾ 1s എടുത്തു കഴിഞ്ഞാൽ 1sല് ഇതില് ഈ 1 എന്ന് പറഞ്ഞ ആള് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഷെല്ല്. അങ്ങനെയാണെങ്കിൽ 2 എന്ന് പറഞ്ഞ ആരായിരിക്കും ഇവിടെ? രണ്ടാമത്തെ ഷെല്ല്. അതേപോലെ തന്നെ ഇതിൽ 2 അതും രണ്ടാമത്തെ ഷെല്ലിന്റെ തന്നെയാണ്. ഇവിടെ ആരെയാണ്? മൂന്നാമത്തെ ഷെല്ല്. അതേപോലെ തന്നെ 4 വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും? നാലാമത്തെ ഷെല്ല്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ഷെല്ലുകളെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഷെല്ലായ K, രണ്ടാമത്തെ ഷെല്ലായിരിക്കും L, മൂന്നാമത്തെ ഷെല്ല് M, നാലാമത്തെ ഷെല്ല് N. ഇതൊക്കെയാണ് പറയണത്. അതായത് 1s എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മെയിൻ ഷെല്ലിലെ S എന്നുള്ള സബ് ഷെല്ല്, 2s എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മെയിൻ ഷെല്ലിലെ S എന്നുള്ള സബ് ഷെല്ല്, 2p എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മെയിൻ ഷെല്ലിലെ P എന്നുള്ള സബ് ഷെല്ല്. അതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. 3s എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ മെയിൻ ഷെല്ലിലെ S എന്നുള്ള സബ് ഷെല്ല്. ഓക്കെ. 3p എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മെയിൻ ഷെല്ലിലെ P എന്നുള്ള സബ് ഷെല്ല്. 4s എന്ന് പറഞ്ഞാൽ നാലാമത്തെ മെയിൻ ഷെല്ലിലെ S എന്നുള്ള സബ് ഷെല്ല്. 3d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ മെയിൻ ഷെല്ലിലെ D എന്നുള്ള സബ് ഷെല്ല്. ഇങ്ങനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സബ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. S എന്നുള്ള സബ് ഷെല്ല് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഇരിക്കുന്ന 2 ഇലക്ട്രോൺ ആയിരിക്കും. S ഇരിക്കുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ആയിരിക്കും? ഇവിടെ 2 ഇലക്ട്രോൺ ഇരിക്കും. Pയിൽ ഇരിക്കുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം 6 ഇലക്ട്രോൺസ് ആണ്. Pയിൽ എത്ര ആയിരിക്കും? ഇവിടെ മാക്സിമം 6 ഇലക്ട്രോണ്. Dയിൽ മാക്സിമം 10 ഇലക്ട്രോണ്. Fല് മാക്സിമം 14 ഇലക്ട്രോൺ. ഇവിടെ ഈ പാഠത്തിൽ നിന്ന് എന്ത് ചെയ്താലും ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയും. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയും. അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി രണ്ടാമത് പറയണത് S, P, D, F ഇത്രയും ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിക്കും. S, P, D, Fലെ ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് ചോദിക്കും. എന്ത് ചെയ്താലും അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. അതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എസ്സിൽ എത്ര ഇലക്ട്രോൺ ഇരിക്കും? 2 ഇലക്ട്രോൺ. Pയിലാണെങ്കിൽ 6, Dയിലാണെങ്കിൽ 10, Fലാണെങ്കിൽ 14. അതും പഠിച്ചു വെച്ചോണം. ഇനി അടുത്തൊരു സെക്ഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോണേടാ എല്ലാവരും. ഇതാ ഇവിടെ ഒരു CR25, അടുത്തൊരു CU അറ്റോമിക് നമ്പർ 29. രണ്ടുപേരെ എഴുതിയിട്ടുണ്ട്. CR അറ്റോമിക് നമ്പർ 25ഉം CU അറ്റോമിക് നമ്പർ 29. CU അറ്റോമിക് നമ്പർ 29. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. CRൻ്റെത് 1s, 2s, 2p. അതിൽ 1sൽ 2 ഇലക്ട്രോൺ, 2sൽ 2 ഇലക്ട്രോൺ, 2pയിൽ 2 ഇലക്ട്രോൺ. അടുത്ത് 3s 2, 3p 6, 4s 1, 3d 5. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ സാധാരണഗതിയിൽ എഴുതുമ്പോൾ 4sൽ ഇലക്ട്രോൺ 2 കംപ്ലീറ്റ് ആയിട്ട് വേണം 3dയിലോട്ട് പോകാം. 4sൽ 2 കംപ്ലീറ്റ് ആയിട്ട് വേണം ഏതിലോട്ട് പോകാൻ? 3dയിലോട്ട് പോകാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 4sൽ 1 ആയിട്ട് ബാക്കി 3dയിലോട്ട് പോവുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് ഫിൽഡ് ആയിരുന്നു കഴിഞ്ഞാൽ എന്തോന്നായിരിക്കും? അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. എന്തോന്ന് കൂടുതലായിരിക്കും? ഇവിടെ സ്റ്റേബിൾ ആയിരിക്കും. എന്തോന്നായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ഹാഫ് ഫിൽഡ് ആയിരുന്നു കഴിഞ്ഞാൽ എന്തോന്ന് കൂടുതലായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ CU അറ്റോമിക് നമ്പർ 29. ജസ്റ്റ് ഒന്ന് നോക്കിക്കോടെ എല്ലാവരും. 1s, 2s, 2p 6, 3s, 3p 6, 4s 1, 3d 10, 4s 1, 3d 10. ഇവിടത്തെ കേസാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ അതായത് D സബ് ഷെല്ല് പകുതി നിറഞ്ഞതോ മുഴുവൻ നിറഞ്ഞതോ ആയിട്ടുള്ള അവസ്ഥയിൽ
എന്തോന്ന് കൂടുതലായിരിക്കും ഇവിടെ? സ്റ്റേബിൾ ആയിരിക്കും. എന്തോന്ന് കൂടുതലായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ഡി സബ്ഷനിൽ കംപ്ലീറ്റ്ലി ഫിൽഡോ അല്ലെങ്കിൽ ഫുൾഫിൽഡോ ആയിരിക്കുന്ന സമയത്ത്, കംപ്ലീറ്റ്ലി ഫിൽഡോ അല്ലെങ്കിൽ ഫുൾഫിൽഡോ ആയിരിക്കുന്ന സമയത്ത് എന്തോന്ന് കൂടുതലായിരിക്കും? സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് തന്നെ പഠിച്ചോണം CRഉം CU. രണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് തന്നെ പഠിച്ചോണം CRഉം CUം. ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡും ആയിരിക്കും. എന്തോന്ന് കൂടുതലായിരിക്കും? സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അടുത്ത് നോക്കിയോ, അടുത്ത് ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് നമ്പർ കാണാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാം. അതാണ് ഞാൻ ഇവിടെ ഈ സൈഡിൽ എഴുതിയിട്ടുള്ളത്. ഒരു പീരിയോഡിക് ടേബിളില്ല നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റിയ 3 ആൾക്കാർ: ബ്ലോക്ക്, പീരീഡ്, അതേപോലെ തന്നെ ഗ്രൂപ്പ് നമ്പർ. ബ്ലോക്ക്, പീരീഡ്, ഗ്രൂപ്പ് നമ്പർ, ഈ 3 ആൾക്കാരെ പറ്റിയും ചോദിക്കാറുണ്ട്. നോക്കും, സാധാരണഗതിയിൽ ബ്ലോക്ക് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ഗ്രൂപ്പ് പീരീഡ് ഒക്കെ കാണാനായിട്ട് എളുപ്പം. ഓക്കെ, അതിൽ നോക്കിയോ, ലാസ്റ്റ് ഇലക്ട്രോൺ നിറയുന്ന ഏത് സബ്ഷെല്ലാണോ അതായിരിക്കും ബ്ലോക്ക്. ലാസ്റ്റ് ഇലക്ട്രോൺ നിറയുന്ന ഏത് സബ്ഷെല്ലാണോ അതായിരിക്കും ബ്ലോക്ക്. ഇവിടെ നോക്കിയോ, ഈ CRന്റെ കേസിലോട്ട് നോക്കിയോ, CRൽ ലാസ്റ്റ് ഇലക്ട്രോൺ നിറഞ്ഞ ഏതിലാണ്? ഡിയിലല്ലേ. അപ്പം ബ്ലോക്ക് ഏതായിരിക്കും? ഡി ആയിരിക്കും പറഞ്ഞത്. ബ്ലോക്ക് ഏതായിരിക്കും? ഡി. ഇനി പീരീഡ് നമ്പർ തന്നിട്ടുള്ള ഷെൽ നമ്പറുകൾ ഇവിടെ 1, 2, ഇവിടെയും 2, 3, 3, 4, 3, ഇത്രയാണ് ഇതിലെ പീരീഡ് നമ്പർ ആയിട്ട് വരാൻ ചാൻസ്. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് നോക്കണം. ഏറ്റവും വലിയ നമ്പർ നോക്കുമ്പോൾ 4 അല്ലേ ഏറ്റവും വലുത്. അപ്പൊ അതായിരിക്കും അതിന്റെ പീരീഡ്. തന്നിട്ടുള്ള ഷെൽ നമ്പറുകളിൽ ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും പീരീഡ് നമ്പർ. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ബ്ലോക്കും, അടുത്തതാണ് പീരീഡും പറഞ്ഞു. ബ്ലോക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ്? തന്നിട്ടുള്ള ഷെൽ നമ്പറുകളിൽ ഏറ്റവും വലിയ നമ്പർ പീരീഡാണ്. ബ്ലോക്ക് ലാസ്റ്റ് ഇലക്ട്രോൺ നിറയുന്നത് ഏതാണോ അതായിരിക്കും ബ്ലോക്ക്. പീരീഡ് നമ്പർ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള ഷെൽ നമ്പറുകളിൽ ഏറ്റവും വലിയ നമ്പർ. അടുത്ത് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണം. ഗ്രൂപ്പ് ആണെങ്കിൽ എസ് ആണ് പറഞ്ഞെങ്കിൽ 1 അല്ലെങ്കിൽ 2 ആയിരിക്കും. എസ് ആണ് പറഞ്ഞെങ്കിൽ എത്ര ആയിരിക്കട്ടെ? 1 അല്ലെങ്കിൽ 2 ആയിരിക്കും. പി ആണ് പറഞ്ഞെങ്കിൽ അത് മുതൽ അത് വരെ വരാം 13 മുതൽ 18. ഡി ആണ് പറഞ്ഞെങ്കിൽ അത് മുതൽ അത് വരാടെ 3 മുതൽ 12. ഇതിലാണ് പറഞ്ഞത് ഗ്രൂപ്പ് നമ്പർ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് നിറഞ്ഞതെന്ന് നോക്കണം. ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് നിറഞ്ഞതെന്ന് നോക്കണം. എസ് ആണ് ബ്ലോക്ക് എങ്കിൽ അതിന്റെ തൊട്ട് മുകളിൽ എത്രയാണോ വരുന്നത്, എസിന്റെ മുകൾ ഭാഗത്ത് എത്രയാണോ വരുന്നത്, ഈ ഭാഗത്ത് എത്രയാണോ വരുന്നത് അത് തന്നെയായിരിക്കും എന്റെ ഗ്രൂപ്പ് നമ്പർ. പി ആണ് വരണമെങ്കിൽ, പി ആണ് വരുന്നതെങ്കിൽ ആ പി ആണ് ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്ന പി ആണെങ്കിൽ ആ പിയോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 12 അങ്ങ് കൂട്ടിക്കണം. പിയോടൊപ്പം എത്ര കൂട്ടണം? അവിടെ 12 കൂട്ടണം. ഇനി ഡി ആണ് വരുന്നതെങ്കിൽ, ഡി ആണ് വരണമെങ്കിൽ ലാസ്റ്റ് ഡിയും അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന എസും കൂടെ കൂട്ടണം. ആ ഡി എന്ന് പറഞ്ഞാൽ ഡിയിലുള്ള ഇലക്ട്രോൺസിന്റെ കൂടെ എസിലുള്ള ഇലക്ട്രോൺസ് കൂട്ടണം. ഇവിടെയും പിയിലുള്ള ഇലക്ട്രോൺസിന്റെ കൂടെ 12 കൂടണം എന്നാണ് എടുക്കേണ്ടത്. അപ്പൊ ഒന്നുകൂടെ എസ് ആണ് പറഞ്ഞെങ്കിൽ എസിന്റെ തൊട്ട് മുകളിൽ എത്രയാണ് പറഞ്ഞത് അതെടുക്കണം. പി ആണെങ്കിൽ പിയോന്റെ തൊട്ട് മുകളിൽ +12 അത് നോക്കണം. ഡി ആണെങ്കിൽ ഡിയുടെ മുകളിലും എസിന്റെ മുകളിലുള്ളതും കൂടെ കൂട്ടണം. ഡിയും തൊട്ടടുത്ത് കിടക്കുന്ന എസും വേണം കൂട്ടാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി കുറച്ചുകൂടെ ഉണ്ട്, കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ ഒന്നാമത് ഇത് എന്ത് ചെയ്താലും ഇത്രയും ഭാഗത്തുനിന്ന് പരീക്ഷയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും. അത് അതിന്റെ ഇമ്പോർട്ടൻസോടെ തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടി വരും. രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് നമുക്ക് പോകാം. ജസ്റ്റ് ഒന്ന് രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്നാണ്. ഗ്യാസ് ലോസ് ഇമ്പോർട്ടന്റ് ആണ്. അതാ വീണ്ടും ഞാൻ പറയുന്നത്, ഗ്യാസ് ലോസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്താലും ഗ്യാസ് ലോസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതായത് നമുക്ക് 3 ഗ്യാസ് ലോസ് ആണ് പറഞ്ഞത്. 3 ഗ്യാസ് ലോസ് ഏതൊക്കെയാണ്? ബോയിൽസ് ലാ വരാം. ഏതൊക്കെയാണ്? ബോയിൽസ് ലാ, അതേപോലെ തന്നെ ചാൾസ് ലാ, അടുത്തൊരു ലാ ഉള്ളതാണ് അവഗാഡ്രോസ് ലാ. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ബോയിൽസ് ലാ, ചാൾസ് ലാ, അവഗാഡ്രോസ് ലാ, 3 ക്വസ്റ്റ്യൻസ് ഇന്ന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. നമുക്ക് പെട്ടെന്ന് പഠിക്കാം. നോക്കിയോ, ബോയിൽസ് ലായില് അറ്റ് കോൺസ്റ്റന്റ്, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നോക്കിയോ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിക്കോണേ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. വോളിയം ആർക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. വോളിയം കൂടുന്നതനുസരിച്ച് ആര് കൂടുകൂടെ, ആര് കുറയൂടെ? പ്രഷർ കുറയും. വോളിയം കൂടുന്നതനുസരിച്ച് പ്രഷർ കുറയും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അതായത് ഇത് അങ്ങ് നമുക്ക് അങ്ങ് വിട്ടാം കേട്ടാ. ഇത് വേണ്ട, നമുക്ക് ഈ വാക്ക് നമുക്ക് വേണ്ട. അറ്റ് കോൺസ്റ്റന്റ്
ടെമ്പറേച്ചർ എന്ന് മതി. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ വോളിയം ആർക്ക് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രഷർ വോളിയം കൂടുന്നതനുസരിച്ച്, വ്യാപ്തം കൂടുന്നതനുസരിച്ച് മർദ്ദം കുറയണം, അല്ലെങ്കിൽ മർദ്ദം കൂടുന്നതനുസരിച്ച് വ്യാപ്തം കുറയണം. അതിന് ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അമ്മയുടെ നമ്മൾ ഒരു അക്യൂറിയം ഒക്കെ എടുക്കുമ്പോൾ അക്യൂറിയത്തിന്റെ താഴ്ഭാഗത്ത് ചെറിയ ചെറിയ കുമിളകളും മുകളിലോട്ട് വരുമ്പോൾ കുമിളയുടെ വലിപ്പം കൂടി വരും അല്ലേ. എയർ ബബിൾസിന്റെ വലിപ്പം കൂടി വരും. അതിന് കാരണം ഇതാണ്, താഴ്ഭാഗത്ത് എന്തോന്ന് കൂടുതലായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് വോളിയം ചെറുതായിരിക്കുന്നത്. എയർ ബബിൾസിന്റെ വോളിയം ചെറുതായിരിക്കുന്നത്. മുകളിലോട്ട് വരുന്നതോറും പ്രഷർ കുറയുകയും അത് വോളിയം എന്തോന്ന് കൂടാൻ തുടങ്ങും, വർദ്ധിക്കാനായിട്ടും തുടങ്ങും, വോളിയം കൂടാനായിട്ടും തുടങ്ങും. ഇതാണ് ബോയിൽസ് ലായിൽ പറഞ്ഞത്. ഇനി അവഗേഡ്രോസ് ലായിൽ ചാൾസ് ലായിലോട്ട് പോകാം. ചാൾസ് ലായിൽ വരുമ്പോൾ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് എന്താണ്, പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. വോളിയം എന്തോ ആയിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ടെമ്പറേച്ചറിന് ഡയറക്റ്റ്. അതായത് വോളിയം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടാം. ഇവിടെ ഈ ടെമ്പറേച്ചർ ഏത് സ്കെയിലാണെന്ന് ചോദിച്ചാൽ കെ എന്നുള്ളതാണ്. ക്യാപിറ്റൽ ലെറ്റർ കെ ആണ്. കെൽവിൻ സ്കെയിൽ, അതാണ് കെൽവിൻ സ്കെയിലാണ് പറഞ്ഞത്. വോളിയം ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും, കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ. അതായത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ആര് കൂടണം, വോളിയം കൂടണം. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയം കൂടണം. ഓക്കെ, അടുത്ത അവഗേഡ്രോസ്. അതിന് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാന്നുള്ളതാണ്. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ വെയിലത്ത് വയ്ക്കുന്നു, കുറച്ച് സമയത്തിന് ശേഷം എന്തോ പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചർ അവിടെ ഇൻക്രീസ് ചെയ്ത് സ്വാഭാവികമായിട്ട് എന്തോ ബലൂണ് പൊട്ടും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് വോളിയം ഇൻക്രീസ് ചെയ്ത് ബലൂണ് പൊട്ടി. ഓക്കെ, അടുത്ത അവഗേഡ്രോസ് ലായിൽ പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ അതേപോലെ തന്നെ ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ അവഗേഡ്രോസ് ലായിൽ പറഞ്ഞത് പ്രഷർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. വോളിയം ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്നതനുസരിച്ച് വോളിയം കൂടണം. നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്നതനുസരിച്ച് വോളിയം കൂടണം. അതിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഊതി വീർപ്പിക്കുന്ന ഒരു ബലൂൺ ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലൂൺ വലുതാവുന്നതനുസരിച്ച് വോളിയം വലുതാവും. ഓക്കെ, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് അവിടെ കൂടെയാണ്, വോളിയം കൂടെയാണ്. ഈ 3 ഗ്യാസ്, അതായത് ഒന്നുകൂടെ ബോയിൽസ് ലാ, ചാൾസ് ലാ, അവഗേഡ്രോസ് ലാ. അതൊക്കെയാണ് ബോയിൽസ് ലാ, ചാൾസ് ലാ, അവഗേഡ്രോസ് ലാ. ഈ 3 ലോയും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളാം. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ 100% ഉറപ്പായിരിക്കും കേട്ടോ. അടുത്ത് നോക്കിയോ, ഈ പാഠത്തിലെ മോൾ കൺസെപ്റ്റിൽ പറയുന്ന ഒരു കുറച്ച് ഇമ്പോർട്ടൻറ്റ് GAM. എന്തുകൊണ്ട് GAM, ഗ്രാം അറ്റോമിക് മാസ്. എന്തുകൊണ്ട് ഗ്രാം അറ്റോമിക് മാസ്. അതായത് ഒരു എലമെന്റ്, ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കാർബൺ എന്നുള്ള ഒരു എലമെന്റ്, അതിന്റെ അറ്റോമിക് മാസ് അവിടെ പറയുന്നുണ്ട് 12. കാർബണിന്റെ അറ്റോമിക് മാസ് എത്ര, 12. അത് എത്ര അതിന്റെ ഈക്വൽ ആയിട്ടുള്ള അളവിൽ എടുത്തിട്ടുണ്ട്. 12 ആണ് അറ്റോമിക് മാസ്. അതിന്റെ ഈക്വൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 12 ഗ്രാം ആയിരിക്കും. ഈ 12 ഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര GAM എന്ന് ചോദിച്ചാൽ 1 GAM. എത്ര GAM കാണും, 1 GAM കാണും. നമ്പർ ഓഫ് GAM. അതിന് ഞാൻ ചെയ്തത് ഈ 12 ഗ്രാമിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത്, അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത്. 12 ഡിവൈഡ് ബൈ 12 ചെയ്തപ്പോഴാണ് എത്ര കിട്ടിയത്, എനിക്ക് ഇവിടെ 1 എന്നുള്ള ആൻസറിലോട്ട് വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പം ഞാൻ 48 ആണ്, 24 ആണെന്ന് പറയണേ. 24 ആണെങ്കിൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായിട്ട് മാറണം, നമ്പർ ഓഫ് GAM 2 ആയിട്ട് മാറും. ഇനി നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ GAM ഗ്രാം അറ്റോമിക് മാസ് അല്ലേ ചോദിച്ചു. അപ്പോൾ ആ നമ്പർ ഓഫ് ആറ്റംസ് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വരും ഇവിടെ, 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ്. 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ആണ്. ഇനി അവഗേഡ്രോ നമ്പർ, നമ്മൾ അവഗേഡ്രോ ലാ പഠിച്ചല്ലോ. അപ്പോൾ അവിടെ വേണമെങ്കിൽ പറയാം അവഗേഡ്രോ നമ്പർ എത്രയാണെന്ന് ചോദിക്കാം. അവഗേഡ്രോ നമ്പർ ഇത് തന്നെയാണ്, 6.022 ഇൻറ്റു 10⁻23 ആണ് അവഗേഡ്രോ നമ്പർ. ശരി, നമുക്ക് വീണ്ടും ടോപ്പിക്കിലോട്ട് വരാം. നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്ന് ചോദിച്ചാൽ 1 GAM ഉണ്ടെങ്കിൽ അതിൽ 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. അത് എത്ര മോൾസിന് ഈക്വൽ ആണെന്ന് ചോദിച്ചാൽ 1 മോളിന് ഈക്വൽ ആയിരിക്കും. എത്ര മോളിന് ഈക്വൽ ആയിരിക്കും, 1 മോള്. ഇനി STP എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇത് പറയണമെങ്കിൽ, STP എന്നുള്ള കണ്ടീഷൻ അറ്റ് STP വോളിയം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും, 22.4 ലിറ്റർ. അറ്റ് STPയിൽ വോളിയം എത്രയായിരിക്കും, 22.4 ലിറ്റർ ആയിരിക്കും. എന്നാൽ എന്തോന്നാണ് ഈ STP എന്ന് ചോദിക്കുക. STP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
273 കെൽവിൻ ടെമ്പറേച്ചറും ഒരു അറ്റ്മോസ്ഫിയർ പ്രഷറും വന്നു കഴിഞ്ഞാൽ എന്താണ് STP ആണെന്ന് പറയും. 273 കെൽവിൻ ടെമ്പറേച്ചർ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷറും വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്യാസ് STPയിലാണെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് പറയണം നോക്കിയോ, GMM. നമ്മൾ GAM പഠിച്ചത് അറ്റോമിക് മാസ് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ മോളിക്കുലാർ മാസ് വെച്ചിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. ഗ്രാം മോളിക്കുലാർ മാസാണ് GMMനെ പറയണത്. അതായത് ഒരു കോമ്പൗണ്ടുകളിൽ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾസിലാണ് ഇത് മെയിൻ ആയിട്ട് എടുക്കുന്നത്. H2O വാട്ടർ അല്ലെ, അതൊരു കോമ്പൗണ്ട് ആണല്ലോ. അതിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അതിന്റെ മോളിക്കുലാർ മാസാണ് ഇവിടെ 18 തന്നിട്ടുള്ളത്. അപ്പൊ അത് എങ്ങനെ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. അങ്ങനെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. അപ്പോൾ 1 × 2 2 ആയി. പ്ലസ് ഓക്സിജന്റെ 16 എത്രയായി? അങ്ങനെയാണ് 18 കിട്ടി. അപ്പം ഹൈഡ്രജന്റെ അറ്റോമിക് മാസായ 1 × 2 പ്ലസ് 16, ഓക്സിജന്റെ അറ്റോമിക് മാസ് 16, ടോട്ടൽ എത്ര കിട്ടിയടെ? 18 എന്ന് കിട്ടി. അങ്ങനെയാണ് അതിന്റെ മോളിക്കുലാർ മാസ് 18. ആ മോളിക്കുലാർ മാസിന് ഈക്വൽ ആയിട്ടുള്ള ഗ്രാം അളവിലല്ലേ ഇവിടെ എടുത്തിട്ടുള്ള, അതിനെയാണ് GMM എന്ന് പറഞ്ഞത്. ഈക്വൽ ആയിട്ടുള്ള ഗ്രാം അളവായതുകൊണ്ടാണ് GMM. അതിൽ എത്ര GMM ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 GMM കാണും. എത്ര GMM കാണും ഇവിടെ? 1 GMM കാണും. ഇനി അത് എത്ര മോളിക്യൂൾസിന് ഈക്വൽ ആണെന്ന് ചോദിച്ചാൽ 6.022 × 10⁻23 മോളിക്യൂൾസിന് ഈക്വൽ ആയിരിക്കും. 6.022 × 10⁻23 മോളിക്യൂൾസിന് ഈക്വൽ ആയിരിക്കും. അത് എത്ര മോളിന് ഈക്വൽ ആണെന്ന് ചോദിച്ചാൽ 1 മോൾ. അതായത് ഏതൊരു പാർട്ടിക്കിളിലും 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിൽ എത്ര മോള് കാണും ഇവിടെ? 1 മോള് കാണും. ശരി, അങ്ങനെയാണെങ്കിൽ അത് STPയിലാണെന്ന് പറയണമെങ്കിൽ എത്രയായിരിക്കും അതിന്റെ വോളിയം? 22.4 ലിറ്റർ. STP ആണെന്ന് പറയണമെങ്കിൽ 22.4 STP എന്നുള്ള കണ്ടീഷൻ അത് ഫേവർ ചെയ്യണമെങ്കിൽ ആ ഗ്യാസിന് എത്ര വോളിയം കാണും? 22.4. അങ്ങനെയാണെങ്കിൽ ഇതിന് ജസ്റ്റ് ഒന്ന് തിരിച്ചു പറഞ്ഞാൽ വേണ്ടേ. നോക്കി, 22.4 ലിറ്റർ ഉള്ള ഒരു ഗ്യാസ്, 22.4 ലിറ്റർ വോളിയം ഉള്ള ഒരു ഗ്യാസിന്റെ മോൾ എണ്ണം ചോദിച്ചാൽ എത്ര ആയിരിക്കും? 1 മോളായിരിക്കും. അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അവഗേഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ്? നമ്പർ 6.022 × 10⁻23 ആയിരിക്കും അതിലെ പാർട്ടിക്കിൾസിന്റെ എണ്ണം. അത് എത്ര GMM ആണെന്ന് ചോദിച്ചിരുന്നാലും 1 എന്നതിന് വരും. അത് അതിന്റെ മോളിക്കുലാർ മാസിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അറ്റോമിക് മാസിന് ഈക്വൽ ആയിരിക്കും. GAM ആണെങ്കിൽ അറ്റോമിക് മാസിനും GMM ആണെങ്കിൽ മോളിക്കുലാർ മാസിനും ഈക്വൽ ആയിരിക്കും. എടാ, നമ്മളിന്ന് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ആ കുറച്ച് കാര്യങ്ങളിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് ഒരു പോർഷൻ പോലും നിങ്ങൾക്ക് കളഞ്ഞിട്ട് പോകാനുള്ളതില്ല. എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോർഷൻസിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.